മുപ്പതാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ചർച്ചാ വിഷയമാണ് പലസ്തീൻ പാക്കേജ് സിനിമകളും അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദഗതികളും. പലസ്തീനിൽ നിന്നടക്കമുള്ള 19 സിനിമകൾക്ക് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നിഷേധിച്ചതാണ് കാരണം. യാഥാർത്ഥ്യത്തെ വികലമാക്കുന്നതും സത്യാവസ്ഥയെ മൂടിവെക്കുന്നതുമാണ് ഈ ചിത്രങ്ങളുടെ പ്രമേയം എന്നതാണ് പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഇടപെടലിന് കാരണം. മേളകളിൽ പ്രദർശിപ്പിക്കേണ്ട സിനിമകൾക്ക് പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങണമെന്ന നിയമം ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സർക്കാരും ലംഘിച്ചതും കാരണമായി. എന്നാൽ വസ്തുത മനസ്സിലാക്കാതെയാണ് വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. ഈ സാഹചര്യത്തിൽ അനുമതി നിഷേധിച്ച സിനിമകളിൽ പ്രധാനപ്പെട്ട പലസ്തീൻ 36 എന്ന സിനിമ പരിശോധിക്കാം. A new page in history is written today. This is Jerusalem. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കപ്പെട്ട സിനിമ 1930 മുതലുള്ള പലസ്തീന്റെ ഭൂമിശാസ്ത്രവും ജീവിതവുമാണ് അടയാളപ്പെടുത്തുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കും അധിനിവേശത്തിനുമെതിരെയുള്ള ഒരു ജനതയുടെ പോരാട്ടം എന്ന മുഖമുദ്രയോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. എന്നാൽ അതിസമർത്ഥമായി ജൂതവംശത്തിനെതിരെയും ഇസ്രയേൽ എന്ന രാജ്യത്തിനെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കാനാണ് സിനിമ ഉടനീളം ശ്രമിക്കുന്നത്. കേവലം വിമർശനങ്ങളല്ല, ഇതിനായി യാഥാർത്ഥ്യത്തെ മൂടിവെച്ച് അസത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നിടത്താണ് സിനിമയുടെ രാഷ്ട്രീയം. യൂറോപ്പിൽ നിന്നും സ്വരാജ്യത്തേക്ക് പല നാടുകളിലായി മടങ്ങിയെത്തുന്ന ജൂതന്മാരെ അധിനിവേശക്കാരായും ക്രൂരതയുടെ ആൾരൂപങ്ങളുമായാണ് സിനിമ ചിത്രീകരിക്കുന്നത്. പലസ്തീനിലെ ആദ്യ വനിതാ സംവിധായിക എന്ന് പേരെടുത്ത ആൻമേരി ജാബിറാണ് ചിത്രത്തിന്റെ സംവിധായിക. പലസ്തീൻ സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് ആൻമേരിക്ക് ചില രാജ്യങ്ങളും പല മാധ്യമങ്ങളും നൽകുന്ന വിശേഷണം. എന്നാൽ ആദ്യ സിനിമയായ വാജിബ് മുതൽ തീവ്ര നിലപാടുകളും വംശീയ വിദ്വേഷവും ഇസ്രയേൽ വിരുദ്ധതയുമാണ് ആൻമേരിയുടേത് എന്ന് വ്യക്തം. 4ാമത്തെ ഫീച്ചർ ഫിലിമായ പലസ്തീൻ 36 എത്തുമ്പോൾ അത് കൂടുതൽ തീവ്രമാവുകയാണ്. ജെറുസലേം എന്ന് എഴുതി കാണിക്കുന്ന സ്റ്റേഷനിലേക്ക് തീവണ്ടി വന്നു നിൽക്കുന്നിടത്താണ് സിനിമയുടെ ആരംഭം. യൂസഫ് എന്ന നായകനിലൂടെ പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന സിനിമയ്ക്ക് പിന്നീട് മെല്ലെ വേഗത കൂടുകയാണ്. അൽബാസു എന്ന സാങ്കല്പിക ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് അധിനിവേശവും ജൂത കുടിയേറ്റവും നാട്ടുകാരെ എത്രത്തോളം നരകയാതനയിലേക്ക് തള്ളിവിട്ടു എന്നാണ് കഥാഗതി. 12 വയസ്സുള്ള അഫ്ര എന്ന ബാലന്റെ കാഴ്ചപ്പാടിലൂടെ ചിത്രം വികസിക്കുന്നു. വരണ്ട ഭൂമിയും നാടകീയമായ മുഹൂർത്തങ്ങളും കഥാപാത്രങ്ങളുടെ മാനറിസങ്ങളും ജൂതന്മാരെ ഗ്രാമവാസികളുടെ സ്വൈരജീവിതം തകർക്കാനെത്തിയ പ്രതിനായക ഭാവം സൃഷ്ടിക്കുന്നു. യൂസഫ്, അഫ്ര എന്നിവരെ കൂടാതെ റബാബിൻ, കരീം, ഖുലൂദ് തുടങ്ങിയ കഥാപാത്രങ്ങളുടെ നിര തന്നെയുണ്ട് ചിത്രത്തിൽ. പലസ്തീനിലെ കുട്ടികളുടെ ദൈന്യതയ്ക്കും അമ്മമാരുടെ കണ്ണീരിനും കാരണം ജൂതന്മാരും ഇസ്രയേലുമാണ് എന്നാണ് സിനിമ അടിവരയിടുന്നത്. ജൂതന്മാർക്കെതിരെയുള്ള ജിഹാദികളുടെ അതിക്രമങ്ങളെ സ്വാതന്ത്ര്യ സമരമെന്ന് വരുത്തി തീർക്കാനും സിനിമ ശ്രമിക്കുന്നുണ്ട്. ഒരു ജനതയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ മറയാക്കി ഒരു വംശത്തെ ഉന്നം വയ്ക്കുന്ന തീവ്രവാദ ശക്തികളെ വെള്ളപൂശാനാണ് സിനിമ അത്യന്തികമായി ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് പലസ്തീൻ 36 ഒരു ചോദ്യചിഹ്നമാകുന്നു? ഉത്തരം ലളിതം. യാഥാർത്ഥ്യങ്ങളെ വികലമാക്കുകയും അവാസ്തവത്തെ ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ മുറിവേൽപ്പിക്കപ്പെടുന്നത് ഒരു രാജ്യവും ജനതയുമാണ്. അതിസമർത്ഥമായി രാഷ്ട്രീയം ഒളിപ്പിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന മനോഹര പദം ചേർത്ത് വയ്ക്കുമ്പോൾ കാഴ്ചകൾക്കപ്പുറം കാണാതെ പോകരുത് ഇതൊക്കെ.